ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ, വാർത്താ മീഡിയയിലൂടെ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് സംവിധാനങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആശങ്കാജനകവും പേടിപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതുമാണ്. 8ാം ക്ലാസ്സുകാരി ഗർഭിണിയായി എന്നും 9ാം ക്ലാസ്സുകാരിയും 10ാം ക്ലാസ്സുകാരിയും പ്രസവിക്കപ്പെട്ടു എന്നൊക്കെ പറയുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ സങ്കടവും ആശങ്കയും ഉളവാക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാനമായ കാരണം 90% രക്ഷിതാക്കളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം കൗമാരപ്രായം എന്ന് പറയുന്നത് തന്നെ ആശയക്കുഴപ്പത്തിൻ്റെയും വൈകാരിക പിരിമുറുക്കത്തിൻ്റെയും ഒരു സമയമാണ്. ഈ സമയത്ത് മക്കളെ സംബന്ധിച്ചിടത്തോളം ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ തെറ്റിലേക്ക് പോകാൻ കൂടുതൽ സാധ്യതയുള്ള സമയമാണ്. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ അത് കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണോ അത് നല്ല വഴിയാണോ ചീത്ത വഴിയാണോ എന്ന് ചിന്തിക്കാതെ ആ വഴിയിലേക്ക് സഞ്ചരിക്കുകയും പ്രലോഭനങ്ങളിൽപ്പെട്ട് ചതിക്കുഴികളിൽ വീണു പോവുകയും പിന്നീട് അതിൻ്റെ പരിണിത ഫലമെന്നോണം 9ാം ക്ലാസ്സുകാരെയും 10ാം ക്ലാസ്സുകാരെയും പ്രസവിക്കപ്പെട്ടു എന്നൊക്കെ കേൾക്കുമ്പോൾ എത്രയോ സങ്കടപ്പെടുത്തുന്നുണ്ട് നമ്മളെ. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ആവശ്യമുള്ളത് എന്താണോ, അവരുടെ ഈ കൗമാര സമയത്ത് അവർക്ക് വേണ്ടത് എന്താണോ അത് കൊടുക്കാൻ രക്ഷിതാക്കളാകുന്ന നാം സന്നദ്ധരാകണം. അവർക്ക് പ്രധാനമായും എന്തും വേണം, സ്നേഹം കൊടുക്കണം, ലാളന കൊടുക്കണം, പരിഗണന കൊടുക്കണം, ചുംബനം കൊടുക്കണം. ഇതെല്ലാം കൊടുത്ത് നമ്മുടെ കൗമാരക്കാരായ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും രക്ഷിതാക്കൾക്ക് അവരോട് സ്നേഹമുണ്ട് എന്ന്. ഇന്ന് ബഹുഭൂരിഭാഗം വരുന്ന രക്ഷിതാക്കളും സ്നേഹമുണ്ടെങ്കിലും പുറത്ത് കാണിക്കാത്തവരാണ്. പുറത്ത് കാണിച്ചാൽ പ്രയാസമുണ്ടാകുമെന്ന് കരുതിയിട്ട് ഉള്ളിൽ ഒതുക്കി വെക്കുന്നത് കാരണം മക്കൾ അത് കിട്ടുന്നിടത്തേക്ക് പോവുകയും മക്കൾ വഴികേടിലേക്ക് പോവുകയും അത് കാരണം ഒരു കുടുംബവും ഒരു സമൂഹവും തന്നെ വഷളത്തരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുക്കുക, അവരെ പരിഗണിക്കുക, അവരെ ചുംബിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് അവരുടെ സ്നേഹം നമ്മളെ നേടിയെടുക്കുക. നിങ്ങൾ നോക്കൂ, 2020-2025 കാലയളവിൽ എൻട്രി ഹോമിൽ പാർപ്പിക്കപ്പെട്ട 18 വയസ്സിന് താഴെയുള്ള ബാലികമാർ പീഡിപ്പിക്കപ്പെട്ട് ഗർഭിണിയായത് 2312 പെൺകുട്ടികളാണ്. ഈ പെൺകുട്ടികളുടെ കണക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഇത് നമ്മുടെ നാടുകളിൽ ഉള്ള സംഭവങ്ങളാണ്. നമ്മുടെ മക്കൾ ഇതിൽ അകപ്പെടാതിരിക്കണമെങ്കിൽ, ഈ പ്രലോഭനങ്ങളിലും ചതിവലയങ്ങളിലും പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുക, ജാഗ്രതയോടെ മുന്നോട്ട് പോവുക, പരിഗണിക്കുക, അവരെ ചുംബിക്കുക. എന്നാൽ നമ്മുടെ മക്കളുടെ സ്നേഹം, നമുക്ക് മക്കളുടെ സ്നേഹം ഉണ്ടാവുകയും ആ മക്കൾ വഴികേടിലേക്ക് പോകാതിരിക്കുകയും മക്കൾ നമ്മളെ പരിഗണിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.